ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെറിയൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ ആറുകാണിക്കടുത്ത് പേണു എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസം പൊങ്കലിൻ്റെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ, ഫുഡ് കഴിക്കാമെന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ വന്നതാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എവിടെ പോകാമെന്ന് കരുതി അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു സ്ഥലത്തിനകത്തോട്ട് പോയത്. ഇവിടെ വരാനുള്ള കാരണം, പുള്ളിക്ക് എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ഒരു കക്ഷി ഇവിടെയുണ്ട്. പുള്ളിയെ കണ്ടിട്ട് വർഷങ്ങളായി. അങ്ങനെ പുള്ളിയെ കാണാനായിട്ടാണ് ഇതിനകത്തോട്ട് പോയത്. അങ്ങ് പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി ഈ ഒരു പ്ലേസൊക്കെ കണ്ടപ്പോൾ. കാരണം നമ്മുടെ ഏരിയയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാടും സ്ഥലങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി ഇതൊക്കെ. പിന്നെ ഇവിടെ ഒരു മനുഷ്യരെയൊന്നും കാണാനില്ല, ആളനക്കം ഒന്നുമില്ല. രണ്ട് സൈഡും ഫുള്ളും മരങ്ങളും പാറകളും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. കുറേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടെ ആ സ്കൂളിൽ വന്നിട്ട് 5ാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളത്. അവിടെ ഇതിനകത്ത് താമസിക്കുന്ന ആളുകളുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നത്. കാട്ടിൽ താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും നമ്മളെ അടുത്ത് വന്നു, കണ്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചു പോയ ഒരു പുള്ളി ഉണ്ടല്ലോ, അപ്പോൾ ആ പുള്ളി കുറച്ചപ്പുറത്ത് അവർക്ക് അവിടെ കുരുമുളകിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ അത് വിളവെടുത്തിട്ട് നിൽക്കുകയാണെന്നൊക്കെ ആ സ്ഥലം കാണിച്ചു തന്നു. നമ്മൾ അങ്ങോട്ട് പോയി. ഈ ഒരു പ്ലേസാണത്. അപ്പോൾ ഇതൊക്കെ ആ പുള്ളിയുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഭയങ്കര രസമാണ് കാണാനൊക്കെ. കാരണം മഴവെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇതിപ്പോൾ മഴയാണെങ്കിൽ ഈ പ്ലേസിലൊക്കെ വെള്ളം ഒലിച്ചു പോകുന്ന ആ ഒരു ഇതുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു വാട്ടർഫാൾസ് പോലത്തെ ഒരു സംഭവമുണ്ട്. വെള്ളം ഇങ്ങനെ താഴെ വരുന്ന, അവിടെ നിന്ന് കുളിക്കാനൊക്കെ സൗകര്യമുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളൊരു ഫാമിലിയായിട്ടൊക്കെ പോയാൽ, ഫ്രണ്ട്സായിട്ടൊക്കെ പോയാൽ കൊണ്ട് ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടൊക്കെ വരാനുള്ള ചെറിയൊരു പ്ലേസാണ്. അപ്പം അതിനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ചു വരുന്നത് ഇത് വന്നിട്ട് നെട്ടയിലെ ഡാമിൻ്റെ കര, ആ ഒരു ഏരിയയാണ് നെട്ട ഡാമിൻ്റെ. അപ്പോൾ ഇതുവഴിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നെട്ടയിലെ തലക്കറിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര ഫേമസാണ് തലക്കറിയൊക്കെ. അപ്പോൾ അവിടെ പോയി ഉച്ചയ്ക്ക് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വേറെ എങ്ങും പോകുന്നില്ല, നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.